എന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. കൂടാതെ വളരെ പവർഫുൾ ആയിട്ടുള്ള കുറച്ച് അതിഥികൾ കൂടി നമ്മളോടൊപ്പമുണ്ട്. മാള ഹോളി ഗ്രേസ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ. ഏവരെയും ഏറെ സ്നേഹത്തോടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. സിസ്റ്റർ, നമ്മുടെയൊക്കെ വീടുകളിൽ വളരെ അനുഗ്രഹമാണ് ഈ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുന്നത്. അവർ വീടിൻ്റെ ഒരു അനുഗ്രഹമാണ്. പക്ഷേ പല സാഹചര്യങ്ങളിലും പല വീടുകളിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇവരുടെ അമിതമായ സ്വാധീനം മൂലം അവിടുത്തെ കുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ചില പെരുമാറ്റ വൈകല്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ. അതിനെക്കുറിച്ചായാലോ ഇന്നത്തെ നമ്മുടെ ചർച്ച? ടീച്ചർ ഇത് പറയുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കേസാണ്. ഏകദേശം ഒരു 15-16 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെയും കൊണ്ട് മാതാപിതാക്കൾ നമ്മുടെ ക്ലിനിക്കിൽ എത്തുകയാണ്. പറഞ്ഞ കാര്യം ഇത്രയാണ്: സിസ്റ്ററെ, ഞങ്ങളായിട്ടല്ല, ഞങ്ങളുടെ പാരൻസായിട്ട് ഈ കുഞ്ഞിനെ വഷളാക്കുകയാണ്. കാര്യം നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായത്, കുട്ടി നല്ല പഠിക്കാനായിട്ടൊക്കെ അത്യാവശ്യം ബുദ്ധിശക്തിയും അതിനുള്ള കഴിവുകളും എല്ലാമുള്ള കുട്ടിയാണ്. മാതാപിതാക്കൾ അതിൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഗ്രാൻഡ് പാരൻസ് കുട്ടിയുടെ കാര്യത്തിൽ ഒരു ഓവറായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. നമ്മൾ പറയുന്നത് ഒരു അമിതമായിട്ടുള്ള ഒരു ലാളന കൊടുക്കുന്നു. അതുകൊണ്ട് കുട്ടിയുടെ പെരുമാറ്റത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല. എന്തു പറഞ്ഞാലും പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് പാരൻസിനെ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ പഠിക്കാനായിട്ട് ഇപ്പോൾ വിമുഖത കാണിക്കുന്നുണ്ട്. ഇപ്പം ഗ്രാൻഡ് പാരൻസ് പറയുകയാണ്, പഠിച്ചില്ലേൽ എന്താ നീ, അതായത് സ്വന്തം മാതാപിതാക്കളോട് പറയുന്നത്, നിങ്ങൾ ഇത്രയൊന്നും പഠിക്കത്തില്ലായിരുന്നല്ലോ, പിന്നെ എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കണമെന്ന് പറയാൻ എന്താ കാരണം എന്താ? അപ്പം ഇങ്ങനെ അമിതമായിട്ട് അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുമൂലം കുഞ്ഞിന് പഠനത്തിലും ബിഹേവിയറിലും ഒക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒത്തിരിയേറെ ഹോംവർക്കുകൾ ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ആ ഒരു സമയത്ത് ഗ്രാൻഡ് പാരൻസുമായിട്ടിരുന്ന് സീരിയൽ കാണുക, ആ സമയം മൊത്തം കളയുക. പിന്നീട് പഠിക്കാനായിട്ട് പറയുമ്പോഴത്തേക്കും ഉറങ്ങാനുണ്ടെന്ന് പറയുന്നു, അങ്ങനെ പോകുന്നു. അപ്പം ഇതാണ് അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഗ്രാൻഡ് പാരൻസ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ഓരോ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് അനുഗ്രഹമാണ് മുതിർന്നവരുള്ളത്. ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനും അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ അമിതമായിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ കൊച്ചുമക്കളുടെ ജീവിതത്തിലേക്ക് അവർ കടന്നു വരുമ്പോൾ കൊച്ചുമക്കളുടെ ജീവിതത്തിൽ, സ്വഭാവത്തിൽ, അവരുടെ വളർച്ചയിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അന്നു മുതലാണ് ഞാനും കൂടുതലായിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന അഡോളസൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചികഞ്ഞു നോക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കുമാണ് മനസ്സിലാകുന്നത് ഈ ഗ്രാൻഡ് പാരൻസിൻ്റെ ഓവർ ഇൻവോൾവ്മെൻറ്റ് ശരിക്കും കുട്ടികളുടെ സ്വഭാവത്തിൽ ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്, ഇവൺ പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി. ഓക്കെ, നിങ്ങളുടെയൊക്കെ വീടുകളിൽ എത്രമാത്രം, അല്ലെങ്കിൽ എത്ര പേരുടെ വീടുകളിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഗ്രാൻഡ് പാരൻസിൻ്റെ സാമീപ്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് കുറച്ച് റൂളുകൾ തന്നിട്ടുണ്ടാവും. പാരൻസ് തരുന്നൊരു റൂൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അവരുടെ സ്വന്തം മക്കളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പാരൻസ് പറയുന്ന റൂളുകളാണ് അല്ലേ. പക്ഷേ ആ റൂള് അല്ലാതെ വേറൊരാൾ വന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് അവർ പറയുന്നത് അനുസരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും തോന്നുന്നത്? അതിനെ നിങ്ങൾക്ക് പെട്ടെന്നത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ, അതോ അതിനെ നിങ്ങൾ വിട്ടുകളയുമോ? നമുക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാര്യം നമ്മുടെ അപ്പനമ്മ കൂടുതലും നമ്മൾ പരിഗണന കൊടുക്കുക അപ്പനമ്മയ്ക്കായിരിക്കും. നമുക്ക് ചില സമയത്ത് അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും. ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് ഇടപെടുന്ന കാര്യം അവരുടെ കാലഘട്ടത്തിൽ അവർ വളർന്നു വന്ന രീതിയായിരിക്കും അവർ നമ്മളോട് ഫോളോ ചെയ്യാൻ പറയും. ചിലപ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അവർക്ക് വേറെ റൂൾസ് ഉണ്ട്. ഇപ്പൊ നമ്മള് സിനിമയിലൊക്കെ കാണുന്ന പോലെ നിങ്ങൾ വൈകി വരരുത്, അല്ലെങ്കിൽ ഇന്ന ഡ്രസ്സ്. ചിലപ്പോ നേരെ തിരിച്ച് അവര് നല്ല രീതിക്ക് സ്നേഹവും സപ്പോർട്ടും, നിങ്ങൾ നല്ലോണം പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യത്തിൽ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകണം, അങ്ങനെ പറയുന്നവരും ഉണ്ട്. ഇപ്പൊ ഈ ഒരു പ്രായത്തില്, ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആരാണോ കൂടുതൽ
ഫേവർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നത് അവരോടായിരിക്കും സ്വാഭാവികമായിട്ടും ഒരു അറ്റാച്ച്മെന്റ് വരുന്നത് അല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ച് അഡോളസൻസ് കാലഘട്ടത്തിൽ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്നത്? കൂടുതലും പുറത്തു പോകാനായിരിക്കും. ഓക്കെ, പുറത്തു പോകാനുണ്ട്. പിന്നെയോ? ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, വെരി ഗുഡ്. കാണാൻ പോവുക, ഓക്കെ. മെയിൻ ആയിട്ട്. പിന്നെ കൂടുതൽ നമുക്ക് പ്രഷറാണ് സ്റ്റഡി എന്നുള്ളത്. അപ്പൊ അത് മിക്കതും നമുക്ക് പാരന്റ്സിന്റെ ആയിരിക്കും കൂടുതൽ വരാം. പക്ഷെ ഗ്രാൻഡ് പാരന്റ്സ് കുറച്ചും കൂടി ഫ്രണ്ട്ലിയും ഫ്രീഡം തരുന്ന ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഒരു ഫ്രീ സ്പേസ് ആയിട്ട് നമുക്ക് അവരൊപ്പം ഇരിക്കാം. ഓക്കെ ഓക്കെ. അത് രുചിക്ക് പറഞ്ഞ പോലെ ഗ്രാൻഡ് പാരൻസ് നമ്മുടെ അടുത്തേക്ക് സോഫ്റ്റ് കോർണർ ആവുമ്പോൾ നമുക്ക് കൂടുതൽ സ്നേഹം അവരോടായിരിക്കും. അപ്പം നമ്മൾ അവരോടായിരിക്കും എല്ലാം ഷെയർ ചെയ്യാൻ പോണേ. അപ്പം അവരതിനെതിരെ പറയാൻ ചാൻസ് കുറവായിരിക്കും. അവരത് സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ഇപ്പം പഠിക്കാൻ മടിയാണെങ്കിൽ നീ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി എന്ന് പറയും. കളിക്കാൻ സ്കൂൾ കഴിഞ്ഞ് കുറച്ചു നേരം കളിക്കാൻ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ പറയും ട്യൂഷന് പോകണമെന്ന് പറയും. പക്ഷെ ഞങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് എങ്ങനെ പറയും, ഇന്ന് പോയാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നീ ഇപ്പം കളിക്കാൻ പോയിക്കോളും എന്ന് പറയും. അത് ശരിയാണോ? ആ ഒരു നിലപാടിൽ എങ്ങനെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതിനോട്? സ്നേഹം വേണം, പക്ഷെ അത് നമ്മുടെ ഒരു ഏജ് അനുസരിച്ചിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഒരു 5ാം ക്ലാസ് 4ാം ക്ലാസ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കും അപ്പാപ്പനും അമ്മമ്മയും പറയുന്നത് ശരിയായിരിക്കും. പക്ഷെ നമ്മൾ വലുതാകുമ്പോൾ തോറും പഠിത്തമായിരിക്കും മിക്കവാറും ഇമ്പോർട്ടൻ്റ് ആവേണ്ടത്. ഇപ്പം എക്സാമിൻ്റെ തലേദിവസമൊക്കെ കളിക്കാൻ പോവുകയാണെങ്കിൽ അതൊരു കുഴപ്പമില്ലേ. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഗ്രാൻഡ് പാരൻസ് പറയുമ്പോൾ അത് കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മുടെ മടി കാരണം നമ്മളതനുസരിച്ച് പഠിക്കാതിരിക്കും, ഫോൺ കളിക്കും, പിന്നെ അപ്പനമ്മയും പറയാതെ അനുസരിക്കും, ഇഷ്ടമുള്ള ഫുഡിനെ വാശി പിടിക്കാൻ തുടങ്ങും. അങ്ങനെ അതിപ്പോൾ നമ്മളിപ്പോൾ ആദ്യം എന്തെങ്കിലും പറഞ്ഞിപ്പോൾ ഗ്രാൻഡ് പാരൻസ് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഗ്രാൻഡ് പാരൻസ് വാക്ക് കേൾക്കും. തുടരെ വരുമ്പോൾ പിന്നെ പാരൻസ് പറയാണ്ട് കേൾക്കാണ്ട് പിന്നെ ഗ്രാൻഡ് പാരൻസ് പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് പോവാം. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ ഗ്രാൻഡ് പാരൻസ് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ പാരൻസിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ അവരുടെ കാലത്ത് അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ കളിയാക്കുമ്പോൾ നമ്മൾ പറയും അത് കുഴപ്പമില്ലെന്ന് പറയും. വേറെ കാര്യം നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒപ്പം നിൽക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുമ്പോൾ അതുകൊണ്ടാണ് പ്രശ്നം. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു ജനറൽ വ്യൂവിൽ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു അഡോളസൻസ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ആരാണോ ഇവർക്ക് ഫേവറായിട്ട് പറയുന്നത് അവരോട് അറ്റാച്ച് ചെയ്യാനായിട്ട് നിൽക്കും. പക്ഷേ ചില കേസുകളുടെ വെളിച്ചത്തിൽ, നമുക്ക് കിട്ടിയ കുറച്ച് കേസുകളുടെ വെളിച്ചത്തിൽ ഈ ഗ്രാൻഡ് പാരൻസ് പലപ്പോഴും ഗ്രാൻഡ് ചിൽഡ്രനെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് പോലെ പല കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൺ എനിക്ക് കിട്ടിയ ഒരു കേസിൽ ഒരു പെൺകുട്ടി അവളുടെ ഒരു റൊമാൻറ്റിക് അഫെയറുമായിട്ടുള്ള ഒരു ബോയ് ആയിട്ട് വീട്ടിലിരിക്കുകയാണ്. വീട്ടിൽ വന്നു, വീട്ടിലുണ്ടായിരുന്നു, ഒരു 3-4 മണിക്കൂർ അവിടെ ചെലവഴിച്ചു. അപ്പം ഇതെല്ലാം ഗ്രാൻഡ് പാരൻറ്റിൻ്റെ അറിവോടുകൂടി ആയിരുന്നു എന്നറിയുകയാണ്. അപ്പം നമ്മൾ ഗ്രാൻഡ് പാരൻറ്റുമായിട്ടൊക്കെ സംസാരിച്ചു വരുന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞൊരു ധ്വനി തീർച്ചയായിട്ടും ലീഗലായിട്ടും മോറലായിട്ടും ഒക്കെ വളരെ നെഗറ്റീവായിട്ട്, അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഗ്രാൻഡ് പാരൻറ്റ് ചെയ്യാൻ പാടില്ലാത്തതാണത്. എങ്കിൽ പോലും പറയുന്നൊരു കാര്യം, ഈ കുട്ടിയുടെ അമ്മ, അതായത് ഈ വല്യച്ഛൻ എന്ന് പറയുന്ന ആളുടെ മരുമകളായിട്ട് വരുമല്ലോ, ഇപ്പോൾ അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അല്ലേ. പലപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റുകൾ. അപ്പം ഈ ഒരു ചെറിയ കോൺഫ്ലിക്റ്റുകൾ ചിലപ്പോൾ ചിലർക്ക് വൈരാഗ്യ ബുദ്ധി ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ ഈ ഗ്രാൻഡ് പാരൻറ്റിനെ ബ്ലെയിം ചെയ്ത ഒരു കാര്യം, ആ ഒരു കാര്യം തന്നെ ഇവിടെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ അവർക്ക്, അതായത് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് അത് മനസ്സിലാകുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഗ്രാൻഡ് പാരൻറ്റ് കണ്ണടച്ചത്. അതായത് ഇപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, നിങ്ങളുടെ പ്രായത്തിലുള്ള ആരെങ്കിലും നിങ്ങളുടെ ഒരു ബോയ് ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും നിങ്ങളുടെ ഗ്രാൻഡ് പാരൻറ്റിൻ്റെ അനുവാദത്തോടു കൂടിയോ അല്ലെങ്കിൽ അറിവോടു കൂടിയോ അത് ചെയ്തു കഴിഞ്ഞാൽ അത് ആർക്കാണ് കൂടുതൽ ദോഷമായിട്ട് വരുന്നത്? അയാൾക്കും ദോഷമായിട്ട് വരുന്നു. അത് ആരാണ് കൂടുതൽ അതിൽ വിഷമിക്കുന്നത്? പാരൻസ് ആണ് വിഷമിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാരൻസ് വിഷമിച്ചോട്ടെ എന്നോർത്തുകൊണ്ട് ഇതിനെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി കാണുന്ന ചില കേസുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിനെ കാണുന്ന പ്രേക്ഷകരിലും ചിലപ്പോൾ അങ്ങനെയുള്ള ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മനസ്സുള്ളവരുണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടും ഇങ്ങനെയും സൊസൈറ്റിയിൽ കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വിഷയം ഇവിടെ കൈകാര്യം ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്,
മാതാപിതാക്കള് ഗ്രാൻഡ് പാരൻസ് ഉള്ളവരാണെങ്കിൽ ഗ്രാൻഡ് പാരൻസിനും ചിൽഡ്രനും ഇടയ്ക്ക് നിൽക്കുന്നവരാണ്. അപ്പോൾ ഇവര് നല്ല രീതിയിൽ ഡിറക്ഷൻ ചെയ്ത് പോകണമെങ്കിൽ രണ്ട് സൈഡിലുമുള്ളവർ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാകേണ്ടതായിട്ട് വരും. അപ്പോൾ പലപ്പോഴും വീടുകളിൽ കാണുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ വരുന്നു, കുട്ടികളുടെ പഠന സമയങ്ങൾ, ക്വാളിറ്റി ടൈം ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് വേറൊരു രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു. മേ ബി ചിലപ്പോൾ ആ സമയത്തായിരിക്കും ഉച്ചത്തിൽ TV വെച്ചിരിക്കുന്നു, പരിപാടികൾ എന്തെങ്കിലുമൊക്കെ കാണുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നിങ്ങൾ പഠിക്കാനായിട്ട് വന്നിരിക്കുന്നു, വീട്ടിൽ വളരെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നത്? തീർച്ചയായിട്ടും നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും. ഗ്രാൻഡ് പാരൻസ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പാരൻസ് കുറച്ചും കൂടി കുട്ടികളുടെ ഒരു സ്വഭാവത്തിലേക്ക് മാറും. ആ പ്രായമാവും തോറും ആ കുട്ടികളെ പോലെ പെരുമാറും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചില പിടിവാശികളെല്ലാം നമ്മുടെ വീടുകളിൽ ബാധിക്കാനായിട്ട് ഇടയുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് പാരൻസിന് ചില സമയങ്ങളിൽ ഒരു ഗിൽട്ട് കോൺഷ്യസ് വരും. അതായത് അവരുടെ കാലഘട്ടത്തിൽ അവരുടെ മക്കളെ വളർത്താനായിട്ട് സാധിക്കാതിരുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മക്കൾക്ക്, നമ്മളിപ്പോൾ പറയുന്നത് 3 തലമുറയുടെ കാര്യങ്ങളാണ്, ഗ്രാൻഡ് പാരൻസ്, പാരൻസ് ആൻഡ് ഇപ്പോഴത്തെ ഈ ഒരു തലമുറ. അപ്പോൾ ഗ്രാൻഡ് പാരൻസ് ഓർക്കുന്നത് എൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ മക്കൾക്ക് കൊടുക്കാനായിട്ട് പറ്റാതിരുന്ന സമയം, സാഹചര്യങ്ങൾ, പഠന സൗകര്യങ്ങൾ, അല്ലെ മറ്റു പലതരത്തിലുള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, ഇതൊന്നും എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു വിഷമം, അല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ നമ്മൾ പറഞ്ഞ കുത്തല്, നുറുങ്ങ്, അല്ലേ, അതെല്ലാം കൂടി അവരെവിടെയാണ് കൊണ്ട് തീർക്കാനായിട്ട് നോക്കുന്നത്? കൂടുതലും ചിലപ്പോൾ ഗ്രാൻഡ് ചിൽഡ്രനിലേക്ക്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഒരു ഓവർ ഇൻവോൾവ്മെൻറ്റ്, ഒരു നെഗറ്റീവ് ഓവർ ഇൻവോൾവ്മെൻറ്റ് വരും. ഇപ്പം എനിക്കറിയാം, ഗ്രാൻഡ് പാരന്റിന് മരുന്ന് വാങ്ങിക്കാനായിട്ട് കൊടുത്ത പൈസ പോലും ശേഖരിച്ച് വെച്ചിട്ട് ഗ്രാൻഡ് ചിൽഡ്രനെ കൊണ്ട് മൊബൈൽ വാങ്ങിക്കാനായിട്ട് കൊടുത്തവർ. പണ്ട് എനിക്കൊക്കെ ഒരു അനുഭവം ഉണ്ട്. എൻ്റെ കയ്യിൽ പോക്കറ്റ് മണിയൊക്കെ അച്ചിച്ച് തന്നതാണ് എനിക്ക്. അങ്ങനെ അമ്മൂമ്മയും അച്ചിച്ചനൊക്കെ തരുന്ന ചില വിഷു കൈനീട്ടവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ തരരുതെന്നല്ല പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പം ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നിങ്ങളെ കുറച്ചുകൂടി വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ നമ്മൾ പറയുന്ന ഒരു വാച്ചിങ് ആൻഡ് ഗൈഡിങ് ആണ് വേണ്ടത്. അതായത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത്, ഇപ്പം നമുക്കറിയാം റോഡിൽ ഒരു വാഹനം ഓടിക്കുമ്പോൾ എന്താ ഉള്ളത്? അവിടെ ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു റൂൾസ് അല്ലെങ്കിൽ ഒരു നിയമങ്ങളോട് കൂടിയുള്ള ഡെവലപ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അവിടെ നിയമലംഘനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഈ ഗ്രാൻഡ് പാരൻസ് തന്നെ വരുവാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നല്ലതും ചീത്തയുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങളുണ്ടാവും ഗ്രാൻഡ് പാരൻസിൽ നിന്ന്. നല്ല കാര്യങ്ങളുണ്ടാവും ഒരുപാട്, അതുപോലെ തന്നെ ചില മോശമായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾ സ്വന്തമാവണമെന്നില്ല, അല്ലാത്തതുമായിട്ടുള്ള ഫ്രണ്ട്സിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ കേട്ടിട്ടുണ്ട്, ആള് ഗ്രാൻഡ് പാരന്റ് ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ ചില സമയങ്ങളിൽ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയെന്നല്ല. കാര്യം ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര സ്മാർട്ട്, ഭയങ്കര ജോളിയായിട്ട് നടക്കുന്നവരാണ്. അവർക്ക് ആ ഒരു ജനറേഷൻ ഗ്യാപ്പും പണ്ടത്തെ എന്ന് പറയുമ്പോൾ ഭയങ്കര ട്രഡീഷനാണ്. ഇങ്ങനെ നിങ്ങൾ ഒതുങ്ങി നടക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നല്ല. എക്സ്പെഷ്യലി നമ്മളെപ്പോലെയുള്ള ഇത്രയും ചെറിയ കാലഘട്ടം അല്ലെങ്കിൽ അഡോളസൻസിൽ വന്ന പിള്ളേർക്ക് ഈ റൂൾസ് താങ്ങാൻ പറ്റത്തില്ല. പിന്നെ കൂടുതലും നമ്മൾ ചിലപ്പോൾ ചില സ്റ്റുഡൻസ് ആഗ്രഹിക്കുന്നത് കൂടുതലും പാരൻസ് പറയണ കേൾക്കാനായിരിക്കും. കാര്യം പ്രായമായവര് മുതിർന്നവരാണെങ്കിൽ കൂടി നമ്മൾ ബഹുമാനം കൊടുക്കുമെങ്കിൽ കൂടിയും ചിലവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അവരുടെ ഏജ് മാറും തോറും അവരുടെ സ്വഭാവങ്ങൾ, ശീലങ്ങളും മാറും. അതുപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാടിലും വ്യത്യാസങ്ങളുണ്ട്, അല്ലെ? ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഡ്രസ്സിങ് രീതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ഹാബിറ്റ്സിനെയൊക്കെ അതേപോലെ തന്നെ ഗ്രാൻഡ് പാരൻസിന് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് വരും. അപ്പോൾ അവിടെയാണ് ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ വീടുകളിൽ പലപ്പോഴും നമ്മൾ ഈ ഫാമിലി ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും അവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഈ ഗ്രാൻഡ് പാരൻസ് മാറുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ ഒരു ഓവർ ഇൻവോൾവ്മെൻറ്റിൻ്റെ കാര്യമാണ്. ഇതുപോലെ തന്നെ ഒരു ലോ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അതായത് വീട്ടിൽ എന്തും നടക്കട്ടെ, എന്തായാലും എന്താ എന്നുള്ളൊരു രീതിയിൽ. ഇപ്പോൾ ചില കേസുകളൊക്കെ വരുമ്പോഴത്തേക്കും പാരൻസ് നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, സിസ്റ്റർ സ്കൂളിൽ നിന്ന് ഇവർ വരുന്നു, ഇപ്പം പാരൻസ് അവിടെ ഉണ്ട്, അപ്പം ജസ്റ്റ് അവരെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ, അല്ലെങ്കിൽ അവർ ഫുഡ് കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ അവരതിൻ്റെ അകത്തൊരു ലോ ഇൻട്രസ്റ്റ് ആണ് കാണിക്കുന്നത് എന്ന്.
ഇതോടൊപ്പം തന്നെ വേറൊരു കാര്യമാണ്, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രായത്തിനനുസരിച്ച് ഉള്ള സോഷ്യൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് സെൽഫ് ഹെൽപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സ്കൂളിൽ പോകണം. അപ്പോൾ സ്കൂളിൽ പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ഓരോന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലേ? സ്കൂളിൽ പോകാനായിട്ട് ഡ്രസ്സ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണമെന്ന്. ചില ഗ്രാൻഡ് പാരൻസ് ആ ഒരു കുട്ടിക്ക് ചെയ്യാനുള്ള കാലിബർ കാണും, അവർക്ക് സ്കില്ല് കാണും, പക്ഷേ എല്ലാം ചെയ്തു ഓവറായിട്ട് ഇൻവോൾവ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തന്നെ ഭക്ഷണം എടുത്ത് കഴിക്കാനുള്ള ഒരു കാലഘട്ടമായി ഡെവലപ്ഡായി. പക്ഷേ ഗ്രാൻഡ് പാരൻസ് പറയുകയാണ്, വേണ്ട മോൻ ഇവിടെ നിന്നാൽ മതി, ഞാൻ വായിലെടുത്ത് തരാം, ഭക്ഷണം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് അതൊരു സന്തോഷമായിട്ടൊക്കെ തോന്നും, വൺസിൻ്റെ വയൽ അത് നല്ലതാണല്ലേ. പക്ഷേ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളെ കൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾക്ക്? നമുക്കൊരു ഡിസിഷൻ ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് കിട്ടില്ല. വെരി ഗുഡ്. അതെ അതെ. ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ പിള്ളേർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരും. ഇത് തന്നെയാണ് കുടുംബങ്ങളിലും കാണുന്നത്. കാരണം ഗ്രാൻഡ് പാരൻസ് ഒരു കാര്യം പറയുന്നു, പാരൻസ് ഒരു കാര്യം പറയുന്നു, നിങ്ങളെ സംബന്ധിച്ചത് ആംബിവലൻസ്, അതായത് നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഇല്ലാതെ വരുന്നു. പേരൻസിന് എല്ലാ മക്കളും ഒരുപോലെ ആയിരിക്കാം. ഈ ഗ്രാൻഡ് പാരൻസിന്റെ ഒരു പ്രത്യേകത കണ്ടുവന്നിട്ടുള്ളത് ഈ ആൺകുട്ടികളും പെൺകുട്ടികളെയും വ്യത്യസ്തമായിട്ട് കണ്ടിട്ട് വേർതിരിച്ച് കാണുന്നൊരു പ്രവണത കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ അനുഭവങ്ങൾ? ഇല്ല, കൂടുതലും ആണുങ്ങള് നിങ്ങൾ ജോലിക്ക് പോകുമ്പോ എന്താ പറയാ, നിങ്ങൾ പഠിച്ച് നിങ്ങളൊരു ജോലി മേടിക്കണം. പെണ്ണുങ്ങളാണെങ്കിൽ ആ ഒരു നിർബന്ധമില്ല, പക്ഷെ നിങ്ങൾ അന്നാ ആ ഒരു കിച്ചൺ വർക്ക്, ആ ഒരു അമ്മ, ആ ഒരു രീതിക്കും നിങ്ങൾ വന്നം എന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിത്തീരാമെന്നില്ല. ചിലപ്പോ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന പയ്യന്മാരുണ്ട്, അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ പഠിക്കേണ്ടതാണ്. ഒരുപോലെ പഠിക്കുന്നതാണ്. അത് ഗേൾസ് ആയാലും അവർക്ക് ചിലപ്പോ ഇൻഡിപെൻഡന്റ് ആവാനാണ് കൂടുതൽ ആഗ്രഹം. എസ്പെഷ്യലി ഇപ്പോഴത്തെ കാലഘട്ടത്തില് അവർക്ക് ഒരിക്കലും ഡിപ്പെൻഡന്റ് ആവാൻ ഇഷ്ടമല്ല, കൂടുതലും ഇൻഡിപെൻഡന്റ് ആവാനാണ് ആഗ്രഹവും ഇഷ്ടങ്ങളും. അപ്പൊ അങ്ങനെ ഒരു വേർതിരിച്ച് ചിലപ്പോ ഗ്രാൻഡ് പാരന്റ്സിന് ഉണ്ടായിട്ടുണ്ട്. കാരണം അവര് നോക്കുമ്പോ അവരുടെ പണ്ടത്തെ കാലഘട്ടത്തില് ആണുങ്ങള് വർക്ക് ചെയ്യുന്നു, ഗേൾസ് ഇങ്ങനെ എന്താ പറയാ കല്യാണം കഴിച്ച് എല്ലാരും നോക്കി ആൺകുട്ടികളെ കൊണ്ട് വീട്ടിലെ ഒരു കഴിച്ച പാത്രം പോലും എടുക്കാൻ അനുവദിക്കാത്ത ചില വീട്ടിലമ്മമാരുണ്ട്. മന്ന പറഞ്ഞ പോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള പല വീടുകളിലും നടക്കുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഒരു ഫാമിലിയിൽ ഗ്രാൻഡ് പാരൻസ്, അവർക്ക് 2 മക്കളുണ്ട്. ഇവരിൽ അതായത് അവരുടെയും മക്കൾ. അപ്പോൾ ഒരു കുട്ടിക്കുണ്ടായ ഒരു മകനുണ്ടായ 2 മക്കൾ, 2 പെൺകുട്ടികൾ, മറ്റേ മകനുണ്ടായത് ഒരു ആൺകുട്ടി. അപ്പോൾ ഓബ്വിയസ്ലി ആദ്യം കൊടുക്കുന്ന പ്രിഫറൻസ് ഈ ആദ്യം ഉണ്ടായ ആൺകുട്ടിക്കാണ്. അപ്പൊ എപ്പോഴും പറയും, ഞാൻ കാണാൻ കൊതിച്ചുണ്ടായ ആൺകുട്ടിയാണ് അവൻ, അപ്പൊ എനിക്ക് എല്ലാ പ്രിഫറൻസസും അവന് കൊടുക്കാം. പിന്നെ പറയും, പിന്നെ ഈ രണ്ടാമത്തെ മകനെന്ന് ജനിച്ചാൽ ഈ 2 പെൺകുട്ടികളാണ്. അപ്പോഴും ഏറ്റവും അവസാനം ജനിച്ച ആ പെൺകുട്ടിക്ക് ഒരു കൈൻഡ് ഓഫ് അറ്റൻഷൻ ഭയങ്കര കുറവായിരിക്കും. അവിടെ പറയുന്നത് എന്താ, ഞാൻ കാണാൻ കൊതിച്ചുണ്ടായ പെൺകുട്ടിയാ അവള്. അപ്പൊ എല്ലാ സ്നേഹവും ഞാൻ എന്തൊക്കെ ഉണ്ടാക്കുന്നോ അതിൽ കൂടുതലും അവൾക്കാ കിട്ടുക. കാണാൻ കൊതിച്ചുണ്ടായ പെൺകുട്ടി, കാണാൻ കൊതിച്ചുണ്ടായ ആൺകുട്ടി എന്നൊക്കെ ഉള്ള ഡിഫറൻസസ് അവിടെ ഉണ്ടാവും. അതും വേറൊരു വേർതിരിവായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരു ബർത്ത് ഓർഡറിലൊക്കെ ഉണ്ടാവുന്ന ഡിഫറൻസസ് കൂടുതലും ഈ ഗ്രാൻഡ് പാരൻസ് എക്സ്പ്രസ് ചെയ്യും. ഇപ്പൊ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം പാരൻസിന് ഇന്നത്തെ കാലഘട്ടങ്ങളെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടും കുറച്ചുകൂടി അവയർനെസ് കാര്യങ്ങളെല്ലാം ലഭിച്ചത് കൊണ്ടും പാരൻസ് ഇതിനൊക്കെ കുറച്ചുകൂടിയൊക്കെ അതിനെ ഒന്ന് മയപ്പെടുത്തി കാണാനായിട്ടൊക്കെ ശ്രമിക്കും. പക്ഷേ ഗ്രാൻഡ് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഓക്കെ, ഞാൻ എന്താണോ വിചാരിച്ചത് അത് ഞാൻ അങ്ങ് പറയുന്നു എന്നുള്ളത്. ഒരു കാര്യം, ഈ ഗ്രാൻഡ് പാരൻസ് മാത്രം വളർത്തുന്ന ചില കുട്ടികളില്ലേ, അവരിൽ എങ്ങനെയൊക്കെയാണ്? അപ്പൊ നമുക്ക് പാരൻസിന് ഒരു ക്ലാസ്സസ് കൊടുക്കുന്നത് പോലെ തന്നെ, ഒരു ക്ലാസ് ട്രെയിനിങ് കൊടുക്കുന്നത് പോലെ തന്നെ ഈ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ഗ്രാൻഡ് പാരൻസിനും അങ്ങനെയുള്ള ക്ലാസ്സുകൾ ആവശ്യമല്ലേ? ഇപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പല വീടുകളിലും പാരൻസ് വിദേശത്തായിരിക്കും, ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും ഗ്രാൻഡ് ചിൽഡ്രനെ വളർത്തുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ശരിക്കും അവർക്കും അവയർനെസ് പ്രോഗ്രാം കൊടുക്കണം. ഇപ്പം സ്കൂളുകളിലൊക്കെ പാരൻസ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ കാര്യങ്ങളും ഇതൊക്കെ അവർ എക്സ്പ്രസ് ചെയ്തതുപോലെ തന്നെ ഗ്രാൻഡ് പാരൻസിന് ഒരു ഗ്രാൻഡ് പാരൻസ് ഡേ പോലെയുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മറ്റു മതപരമായിട്ടുള്ള കൂട്ടായ്മകളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഗ്രാൻഡ് പാരൻസിന് കുറച്ചുകൂടി ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഒരു അപ്ഡേഷൻ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം,
ഇതിൻ്റെ അകത്തൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് ഇപ്പം ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട് പല വീടുകളിലും, പ്രത്യേകിച്ച് മാതാപിതാക്കളാണ് ഇപ്പോഴേ മാതാപിതാക്കളായിരിക്കുന്നവരാണ് ആ ഒരു പ്രോബ്ലത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നത്, അവരാണ് ഇതിൻ്റെ ഒരു സ്ട്രെസ് അനുഭവിക്കുന്നത്. പല കേസുകളിലും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മളിതിനെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റൂൾ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒരു ടൈം ടേബിൾ, ബെഡ് ടൈം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ TV ടൈം ഉണ്ടായിരിക്കാം, പ്രെയർ ടൈം ഉണ്ടായിരിക്കാം, അല്ലെ മക്കൾ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ടൈം ഉണ്ടായിരിക്കാം. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ടൈം ഓർഗനൈസ് ചെയ്യുക. ഇപ്പോൾ പലപ്പോഴും ഗ്രാൻഡ് പാരൻസ് അവരുടെ സമയം നോക്കുന്നു, മാതാപിതാക്കൾ അവരുടെ സമയം നോക്കുന്നു, കുട്ടികൾ അവരുടെ സമയം നോക്കുന്നു. ഇത് വരുമ്പോൾ ഒരു ക്വാളിറ്റി ടൈം വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ സാധിക്കാതെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ഒരു റൂള്, ആര് നടത്തുന്ന റൂളാണ് മക്കൾ നടത്തേണ്ടത് എന്നുള്ളതിന് ഒരു കൃത്യമായ നിഗമനം ഉണ്ടായിരിക്കുക. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. അതായത് നമ്മൾ ഈ ഫാമിലിയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ടൈം വെക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 hour. ഈ 1 hourൽ എല്ലാ ഫാമിലി മെമ്പേഴ്സും ആ പറഞ്ഞ റൂമിൽ ഉണ്ടാവണം. എല്ലാവരുടെയും അവർക്ക് ഉണ്ടാവുന്ന കുറേ എന്താ പറയുക, അവരുടെ മനസ്സിലുണ്ടാവുന്ന കുറച്ച് ഡിസിഷൻസ് അതവർ പറയുക, എല്ലാവർക്കും പറ്റാവുന്ന ഒരു ഡിസിഷൻ എടുക്കുക, അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവരുടെയും ഡിസിഷൻസ് വാല്യൂ ചെയ്തു എന്നുള്ളതായി. അല്ലെങ്കിൽ ഇപ്പോൾ ചില വീട്ടുകളിൽ ഞാൻ കാണാറുള്ളതാണ്, ഗ്രാൻഡ് പാരൻസ്, അതായത് മെയിനായിട്ട് ഗ്രാൻഡ് ഫാദർ ആളായിരിക്കും മെയിനായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. ആളുടെ ഒരു മൊണാർക്കി കൈൻഡ് ഓഫ് റൂളിങ് അവിടെ വരുന്നുണ്ട്. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താ, എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഡിസിഷൻസിനെ വാല്യൂലെടുക്കുക. അതിപ്പോൾ കുട്ടികളായാലും ശരി, മാതാപിതാക്കളായാലും ശരി, ആരായാലും അവരുടെ ഡിസിഷൻസിനെ വാല്യൂ ചെയ്യുക. അതാണ് നമുക്ക് വേണ്ടത്. ഒരു സൊല്യൂഷനാണത്. ഓക്കെ, ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡിങ്. ഇപ്പം നമുക്ക് ഈ ക്വാളിറ്റി ടൈം സ്പെൻഡിങ്ങിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം നമ്മൾ പറയുന്ന ഒരു 1 hour നമുക്ക് ചിലപ്പോൾ മേ ബി ഒരു റൂമിൽ ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ടുഗെദർ മീൽ, ടുഗെദർ പ്രെയർ ആൻഡ് ടുഗെദർ ഡിസ്കഷൻ. അപ്പോൾ ഇതിലെല്ലാം ഒരാളുടെ സാന്നിധ്യം മറ്റൊരാളുടെ സാന്നിധ്യം വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി നമുക്ക് അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനായിട്ട് സാധിക്കും. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാതാപിതാക്കളായിരിക്കണം മക്കളുടെ കാര്യത്തിൽ ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ഗ്രാൻഡ് പാരൻസ് അവരുടെ മക്കൾ, അതായത് ഇപ്പോഴത്തെ തലമുറയിലെ മാതാപിതാക്കളുടെ ഡിസിഷൻ അവർ മേക്ക് ചെയ്തതാണ്. അപ്പം ഇപ്പോഴത്തെ ഗ്രാൻഡ് പാരൻസിൻ്റെ, ഇപ്പോഴത്തെ ഈ അഡോളസെൻ്റ് ഏജിലുള്ളവരുടെ ആ ഡിസിഷൻ മേക്കിംഗ് മാതാപിതാക്കൾ തന്നെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ കൊച്ചുമക്കൾക്ക് വേണ്ട തിരുത്തലുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രാൻഡ് പാരൻസ് അത് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കണം. ഇപ്പോൾ ചില കേസുകളിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇവൻ നമ്മുടെ സെഷൻ റൂമിൽ തന്നെ ഇരുന്നുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഗ്രാൻഡ് പാരൻസും പാരൻസും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. അതായത് നീ അത്രയും പഠിച്ചിട്ടില്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാ നീ നിന്റെ കുഞ്ഞിനെ പഠിപ്പിക്കാനായിട്ട് നോക്കുന്നതെന്ന്. കാര്യം ശരിയാണ്. ഇപ്പോഴത്തെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പം ഇത്രയും സാഹചര്യങ്ങൾ കിട്ടിക്കാണില്ല. അവരത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ലായിരിക്കാം വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് അതല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ കോൺഫ്ലിക്റ്റുകളുടെ ഇടയിൽ നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻ പൊലിഞ്ഞു പോകരുത്. അതോടൊപ്പം തന്നെ ബിഹേവിയറിൽ, നിങ്ങൾ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി പോകരുത്. അപ്പം അതൊരു വളരെ ക്രൈസിസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. നമ്മൾ പറയുന്ന ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ്. ഗ്രാൻഡ് പാരൻസിൻ്റെയും പാരൻസിൻ്റെയും ഇടയിൽ നിന്ന് അഡോളസൻസ് അല്ലെ കുട്ടികൾ ഞെരുങ്ങുന്നു, കുട്ടികളുടെയും ഗ്രാൻഡ് പാരൻസിൻ്റെയും ഇടയിൽ നിന്ന് മാതാപിതാക്കൾ ഞെരുങ്ങുന്നു, ഇനി മക്കളും മാതാപിതാക്കളും ചേർന്ന് ഗ്രാൻഡ് പാരൻസിനെ ഞെരുക്കുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ ഓർക്കുക, 3 തലമുറകളുടെ വ്യത്യാസം ഇവിടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓരോരുത്തരും ഗ്രാൻഡ് പാരൻസിനെ വേണ്ട രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ്. അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ ഡിസിഷൻ മേക്കിങ്ങിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അപ്പം ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഫാമിലിയിൽ സ്നേഹം, ദൈവത്തിൻ്റെ ഒരു സ്നേഹം പ്രകടമാകട്ടെ എന്നും ആശംസിക്കുന്നു. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും മാള ഹോളി ഗ്രേസ് അക്കാഡമിയിലെ വിദ്യാർത്ഥികൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.